ഹായ് ഗഡീസ്, ഡാക് ഡ്യൂബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വെൽക്കം. അപ്പോൾ ഗഡീസ്, നമ്മളിതേ ഇപ്പോൾ ഉള്ളത് തൈക്കൂട്ടം തൂക്കുപാലത്തിൻ്റെ അവിടെ ഉണ്ടാകും. അന്നമനടിക്ക് അടുത്തുള്ള വൈന്തല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ തൂക്കുപാലം കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ആയിട്ട് ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ഞാനും അനന്തും കൂട്ടിയിട്ട് വെറുതെ ഇറങ്ങിയതുണ്ടാവും വൈകുന്നേരം. ഒരു രസം, ഒരു വൈബ്. എപ്പോഴും വന്ന സ്ഥലമാണെങ്കിലും വീഡിയോ ഒന്നും ഇതുവരെ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഒരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ഈ ബാക്കിൽ കാണുന്നതാണ് ചാലക്കുടി പുഴ കേട്ടോ. ചാലക്കുടി പുഴയുടെ അന്നമനയുടെ ഭാഗമാണത്. ഇതിന് കുറുകെയാണ് നമ്മളുടെ തൈക്കൂട്ടം തൂക്കുപാലം വരുന്നത് കേട്ടോ. ഇതിപ്പോൾ പുതിയതായിട്ട് പണിതാക്കണ തൂക്കുപാലമാണ്. പഴയ തൂക്കുപാലം ഉണ്ടായത് 2018 പ്രളയത്തിൽ ഫുള്ളായിട്ട് അടിച്ചു പോയിട്ടാണ്. അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാണ്ടായി, മൊത്തം തകർന്ന് തരിപ്പണായി. അതിന് ശേഷം വീണ്ടും പണിത പുതിയ തൂക്കുപാലം ഉണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തൂക്കുപാലത്തിൻ്റെ അടിയിലാണ്, അടിയിലത്തെ ഭാഗത്താണ്. അപ്പോൾ അടിയിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ എടുത്ത് കാണിച്ചത്. ഇവിടെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് നിറച്ച് പുല്ലും കാടുകളൊക്കെ കയറിക്കണ്ട. ഇനി പുഴയുടെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ കറക്റ്റ് നടക്കാനും ഇതിനൊക്കെ ഉള്ള നല്ല അടിപൊളി പ്ലേസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്കപ്പോൾ തൂക്കുപാലത്തിൻ്റെ മുകളിലേക്ക് പോകാം. ഞാനിപ്പോൾ 2018 പ്രളയത്തിന് ശേഷം നശിച്ചു പോയ തൈക്കൂട്ടം തൂക്കുപാലത്തിലാണ്. അപ്പോൾ സന്ധ്യാസമയത്തൊക്കെ അടിപൊളിയായിട്ട് നല്ല വൈബായിട്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു പ്ലേസ് ഉണ്ടാവും. പാലത്തിൻ്റെ ഒരു സൈഡ് വരുന്നത് വൈന്തല കല്ലൂർ ഭാഗമുണ്ടോ. ഇത് രണ്ടാമത്തെ സ്ഥലം. അപ്പുറത്തെ സ്ഥലം വരുന്നത് കാതിക്കുടം, അന്നമനയുടെ കാതിക്കുടം ആ സൈഡാണ് വരുന്നത്. ഈ രണ്ട് സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കണ ഒരു തൂക്കുപാലമാണിത്. അപ്പോൾ നമ്മൾ വന്ന സ്ഥലം കല്ലൂർ വൈന്തല ആ ഭാഗമാണ്. നമ്മളിത് ഇപ്പോൾ ഇവിടേക്ക് എത്തിയേക്കണത് കാതിക്കുടം ആ സൈഡിലേക്കുണ്ട. ഈ രണ്ട് വഴിക്കും ഇവിടേക്ക് കിടക്കാട്ടാ. മെയിനായിട്ട് കൊരട്ടി ആ ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞവർക്കാണെങ്കിൽ കടക്കാനായിട്ട് സുഖം ഈ വഴിയാണ്. കാതിക്കുടം അതിലെ വഴിയുള്ള എൻട്രൻസാണ്. ഇനി മാള ആ ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞവർക്കാണെങ്കിൽ കടക്കാനായിട്ട് സുഖം കല്ലൂർ വൈന്തല വഴിയാണ്. രണ്ട് ഭാഗത്തോടെയും പാലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പുഴയുടെ സൈഡിൽ കൂടെ നടക്കാനായിട്ട് ഒരു പ്രത്യേക വൈബട്ടാ. അതേപോലെ തന്നെ ഇവിടെ പിള്ളേർ കുളിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇടയ്ക്ക് വന്ന് കുളിക്കാറൊക്കെ ഉള്ളതുണ്ടാ. പിന്നെ ഇവിടെ കുളിക്കാനും ഇതിനൊക്കെ വരേണ്ടി വരുന്നു വെച്ച് കഴിഞ്ഞാൽ സ്വയം റിസ്കിൽ വരേണ്ടി വരും കേട്ടോ. കാരണം ഇവിടെ അടുത്തൊക്കെ തന്നെ ഒട്ടനവധി അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. ഇവിടെ പിന്നെയും ഇപ്പോൾ ഈ കുളിക്കുന്ന പിള്ളേരും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ള പിള്ളേർ തന്നെയാണ്. അപ്പോൾ അവർക്ക് കുറേയൊക്കെ ഇപ്പോൾ അതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് കുറച്ചൊക്കെ സേഫാണ്. പിന്നെ അറിയാത്തവർ വരുമ്പോൾ കൂടുതൽ എടുത്ത് ചാടി ഇറങ്ങി പോകണതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഒരു വൈബിൻ്റെ ഒപ്പം തന്നെ അടിപൊളിയാണ് കേട്ടോ. വെളുപ്പിന് വരണം. അതിരാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല പൊളി വൈബാണ് കേട്ടോ. ഞാൻ 2 നേരം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മലമ്പുഴയിൽ പോകാൻ പറ്റും കേട്ടോ. ആ റോപ്പുണ്ട്. അപ്പം അങ്ങനെ കിട്ടിയേ നമ്മളിത് തൂക്കുപാലത്തുമേന്ന് ഇറങ്ങി. ഇനി ഇവിടുത്തെ അടുത്ത വൈബ് എന്ന് പറഞ്ഞാൽ തൂക്കുപാലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു കള്ള് ഷാപ്പുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടത് ചെറിയൊരു തട്ടുകടയുണ്ട് കേട്ടോ. ഇനി അതാണ് നമ്മൾ കാണിക്കാൻ പോകണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയും ഒരു വൈബുണ്ട് കേട്ടോ. കള്ള് ഒക്കെ കുടിക്കാൻ അങ്ങനെ ഫാമിലി ആയിട്ട് വന്നാലും ഫ്രണ്ട്സായിട്ട് വന്നാലും എങ്ങനെ വേണമെങ്കിലും ഇവിടെ കള്ള് കുടിക്കാനും ഇതിനൊക്കെ ആയിട്ട് വരാം കേട്ടോ. അത് വേറൊരു വൈബ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പം തന്നെ ചെറിയൊരു തട്ടുകടയാണ്. അവിടെ നല്ല അടിപൊളി നല്ല ഫുഡാണ്. ചെറിയൊരു കടയാണ് കേട്ടോ. നമ്മുടെ കപ്പ് ഐറ്റംസും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരണമെങ്കിൽ തൂക്കുപാലം കണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെറിയ ചില്ലിന് വേണ്ടി ചെറിയ കള്ള് ഷാപ്പിൽ കയറി പിന്നെ ഇവിടുന്ന് തട്ടുകടയിൽ നിന്ന് ചെറിയ ഫുഡൊക്കെ അടിച്ച് അങ്ങനെ വൈബൗട്ടായിട്ട് പോകട്ടോ. ഞങ്ങൾ കള്ള് ഷാപ്പിൽ ഇതിലൊന്നും കയറുന്നില്ല. ഞങ്ങളത് തട്ടുകടയിൽ നിന്ന് ഒരു കപ്പമുട്ട പറഞ്ഞിട്ടുണ്ട്. അത് കഴിക്കാനുള്ള പരിപാടിയില്ല. അപ്പോൾ അങ്ങനെ കിട്ടീസ് നമ്മളിത് അവിടെ നിന്ന് ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ കൊണ്ട് അടിച്ച് പൊട്ടിക്കിട കിട്ടീസ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നതിലേക്കും എല്ലാവർക്കും ഒരു ചിന്ന ബൈ ബൈ.